മിഖായേൽ മാലാഖ എന്ന് വെച്ചാൽ അന്ത്യകാലത്തിൻ്റെ ഒരു ദൈവദൂതനായിട്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. അന്ത്യകാലത്തിൻ്റെ ദാനിയേൽ പുസ്തകത്തിൻ്റെ 12:1 പറയും, അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചുള്ള കഷ്ടതകൾ അന്നുണ്ട്. മിഖായേൽ മാലാഖയുടെ ഒരു നേരിട്ടൊരു ഇടപെടൽ സഭയിൽ ഉണ്ടാകുമെന്നാണ്. അത് ഈ നാളുകളാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഈ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥം തേടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം വളരെ ദുഷ്ടാരൂപികളുടെ ഭരണം നടക്കുന്ന സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടം വരും. ഒരപകടവും വരികയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും അപകടം. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് മിഖായേൽ മാലാഖ ഇപ്പം എന്താണ്, ദൈവദൂതന്മാർ. പക്ഷെ നമ്മൾ ദൈവത്തോടുള്ള നല്ല പണ്ടെൻ്റെ ഒരു ആത്മീയ ഗുരുവിനെ പഠിപ്പിച്ചവരാണ്. അതായത് ഒരു സഹോദരൻ പറയായിരുന്നു, അതായത് നാം ദൈവകൽപ്പനകൾ അതേപടി അനുസരിക്കുന്ന പക്ഷം മാലാഖമാര്, പ്രത്യേകിച്ച് ദൈവദൂതന്മാർ നമ്മളെ അതുപോലെ അനുസരിക്കുന്നു. നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ അവരും നമ്മളെ അനുസരിക്കും. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നോക്കി ദൈവദൂതൻ വന്നിട്ട് എന്ത് ഭയഭക്തിയോടെ നിൽക്കുന്ന നോക്കി. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് ദൈവദൂതന്മാർ ഭയഭക്തിയോടെ നിൽക്കും. പ്രസലോഷം എന്തൊരു അനുസരിക്കുന്നു കൂടെ വരും. പറഞ്ഞ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ തോബിത്തും തോബിയാസിന്റെ ഒക്കെ ചരിത്രം, സാറായുടെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ ആ തോബിത്ത് നീതിമാനായി ജീവിക്കുമ്പോൾ അവന്റെ വീട്ടിലോട്ട് റഫയേൽ മാലാഖയെ ദൈവം അയക്കുകയാണ്. അപ്പൊ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾക്ക് ദൈവദൂതന്മാരുടെ സഹായം ലഭിക്കും.